ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും തോന്നാറുണ്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായെന്ന്? അങ്ങനെ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. എന്നും ഒരേപോലെ മുട്ട ബുൾസൈ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരല്പം എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. പിന്നെ വേണ്ടതൊരു തക്കാളിയാണ്. ഞാൻ ഈ തക്കാളിയുടെ 3 ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള തക്കാളിയുടെ ഉള്ളിലുള്ള കുരു എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കമിഴ്ത്തി ആ ഫ്രൈ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ ഒരു 1.5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകും. ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ള, മഞ്ഞ വേണ്ട, വെള്ള മാത്രം നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഈ മുട്ടയുടെ വെള്ളം എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ അത് എത്തിക്കോളും. ഓക്കെ നമ്മളിപ്പോൾ മുട്ടയുടെ വെള്ളം എല്ലാ ഭാഗത്തും ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചെടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ടയുടെ മഞ്ഞ മതി കേട്ടോ. അത് പൊട്ടിപ്പോകാതെ ആ തക്കാളിയുടെ മധ്യഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുട്ടയുടെ വെള്ള അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഈ മഞ്ഞയുടെ മധ്യത്തേക്ക് കുരുമുളക് പൊടി ഒരല്പം ഒന്ന് വിതറി കൊടുക്കാം. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് ഒരല്പം കുരുമുളക് പൊടി അവിടെ ഇട്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.